ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച ഈ മണ്ഡലമാസ കാലത്ത് വൃശ്ചിക മാസക്കാലത്ത് പറയുന്നു ശബരിമല വിശ്വാസികളുടെ ഒരു നോവാണ്. അതിനുള്ള പ്രതിക്രിയ വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാവും. തർക്കം നിങ്ങൾക്ക് വേണ്ട. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും UDF വലിയ പ്രതീക്ഷയിലാണ്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നാട്ടുകാരന് വോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ടി സിദ്ദിഖ് MLA, താങ്കളൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ യുവാക്കളുടെ ഒരു ഹീറോ കൂടിയാണ്. ഒരുപാട് സമര പോരാട്ടങ്ങളിലുള്ള ആളുകളാണ്. താങ്കൾ വയനാട്ടിലെ കൽപ്പറ്റയിലേക്ക് പോയി ജയിച്ചു കയറിയത് പ്രവർത്തനം കൊണ്ടാണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് കൽപ്പറ്റക്കാരുടെ ഹൃദയത്തിലുള്ള ഒരാൾ കൂടിയാണ് ടി സിദ്ദിഖ്. ഈ മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ ഈ അങ്ങാടിപ്പുറത്ത് UDFന്റെ വിജയ സാധ്യത? അങ്ങാടിപ്പുറവും മലപ്പുറവും കേരളവും 2010 വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമീപകാലത്തെ രാഷ്ട്രീയ റിസൾട്ട് പരിശോധിക്കുമ്പോൾ 2010 UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സമയം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഗവൺമെന്റ് 2011 വരികയും ചെയ്തു. അപ്പൊ 2010 തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF കടന്നു പോകും. അതാണ് നിലവിലുള്ള ചിത്രം. അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, ജനം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ജനം UDFന് വോട്ട് ചെയ്യണം? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും യഥാർത്ഥത്തിൽ മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന് കണ്ട് വൈകാരിക വിഷയങ്ങളെ വോട്ടാക്കി മാറ്റുന്നതിൽ റിസർച്ച് ചെയ്ത് ഒരു പ്രശ്നമെടുത്ത് അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഒരു ഭരണകൂടം. ഈ ഭരണകൂടത്തിനെതിരെ കറക്റ്റ് ആയിട്ടുള്ള ജനവികാരം അത് അവർക്കറിയാം. നിങ്ങൾ നോക്കിയോ, ബസ് ചാർജ് കൂട്ടി, ഓട്ടോ ചാർജ് കൂട്ടി, ടാക്സി ചാർജ് കൂട്ടി, ഇലക്ട്രിസിറ്റി ചാർജ് 4 തവണ കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഭൂമിയുടെ ഫെയർ വാല്യൂ കൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി, ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിച്ചു, പെട്രോൾ ഡീസൽ സെസ് വർദ്ധിപ്പിച്ചു, ഇന്ധന നികുതി കൂട്ടി. ഇനി കൂട്ടാൻ എന്താ ഉള്ളത്? അവശ്യ സാധന വില നിലവാരം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർധനവുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിന്റെ പൊതുകടം 1.6 lakhs ആയിരുന്നു, 1.6 ലക്ഷം കോടിയായിരുന്നു 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കടം 1.6 ലക്ഷം കോടിയാണ്. നിർഭാഗ്യവശാൽ 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചപ്പോ കേരളത്തിന്റെ പൊതുകടം ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് സൂചിപ്പിക്കുന്നത് 2026 മാർച്ച് ആകുമ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് വരുമെന്നാണ്. 1.6 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയിലേക്കുള്ള വർധനവാണ്. എന്താ അവിടെ നടന്നത്? പിണറായി വിജയൻ 3ാമത്തെ കാറും എടുത്ത് 1,10,00,000 രൂപയ്ക്ക് എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി? വില നിലവാരം കുറഞ്ഞോ? അവന്റെ വല്ല ടാക്സും കുറച്ചു കൊടുത്തോ? അവരുടെ ഏറ്റവും ജീവിത നിലവാരം കൂടിയോ? അവർക്ക് ആശുപത്രിയിൽ പുതിയ സർവീസ് വല്ലതും ആരംഭിച്ചോ? കിടക്കാൻ രോഗികൾക്ക് സ്ഥലമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയധികം ദയനീയമായ പെർഫോമൻസ് ഉള്ള ഒരു ഗവൺമെന്റ് വേറെ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വളരെ സീരിയസ് ആയിട്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ്. ശബരിമല മതേതര വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ്. അർത്തുങ്കൽ പള്ളിയിലാണ് മാലയഴിക്കുക. ചർച്ചിൽ, ശബരിമലയിൽ നിന്ന് ഇറങ്ങി അർത്തുങ്കൽ ചർച്ചിൽ പോയി മാലയഴിക്കും സ്വാമിമാർ. എരുമേലി മുസ്ലിം പള്ളിയിൽ പേട്ട തുള്ളി, അത് കഴിഞ്ഞാണ് നേരെ ബാവരെ കണ്ടാണ് അയ്യപ്പനെ കാണുക. 41 ദിവസം കഠിന വ്രതമെടുത്ത് ഇരുമുടി കെട്ടുമേന്തി ശരണമന്ത്രങ്ങൾ മുഴക്കി കറുപ്പെടുത്ത് മാല ധരിച്ച് ഭസ്മം പൂശി 18ാം പടിയും ചവിട്ടി ശബരിമല ശാസ്താവിനെ കാണാൻ സങ്കട നിവർത്തിക്ക് പോകുന്നതായ ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ മതേതര വിശ്വാസികളുടെ നാടായി കേരളം. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ച ഈ മണ്ഡലമാസ കാലത്ത് വൃശ്ചിക മാസക്കാലത്ത് പറയുന്നു ശബരിമല വിശ്വാസികളുടെ ഒരു നോവാണ്. അതിനുള്ള പ്രതിക്രിയ വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാവും. തർക്കം നിങ്ങൾക്ക് വേണ്ട. അതിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യമാണ്, ചെറിയ ചോദ്യമല്ല, വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഏത് പക്ഷത്താണ് കേരളത്തിലെ CPM-ഉം പിണറായി വിജയനും എന്നുള്ളത്? വിശ്വാസികളുടെ പക്ഷത്താണോ അതല്ല കൊള്ളക്കാരുടെ പക്ഷത്താണോ എന്നതാണ്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കൊള്ളക്കാരുടെ പക്ഷത്താണോ? വാസുവും പത്മകുമാറും ജയിലിലായിട്ട് 15 ദിവസമായി.
ആ കൊള്ളക്കാരുടെ കൂടെയാണോ അല്ല വിശ്വാസികളുടെ കൂടെയാണോ? പിണറായി വിജയനും എം വി ഗോവിന്ദനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൊള്ള സംഘത്തിന്റെ കൂടെയാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഈ രണ്ട് കൊള്ള സംഘത്തിലെ പ്രധാനികളായ ജയിലിൽ കഴിയുന്ന ആളുകളെ, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച ആളുകളെ ഇതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഒക്ടോബർ മാസം 6-ാം തീയതിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം രണ്ട് കാര്യമാണ്. ഒന്ന്, ലക്ഷോപലക്ഷം വരുന്ന ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്തു. രണ്ട്, ശബരിമലയുടെ പവിത്രതയെ തകർത്തു, സാങ്ക്ടിറ്റിയെ തകർത്തു. ഇത് രണ്ടാണ്. ഇത് രണ്ടും നടന്നത് പിണറായി വിജയന്റെ കാലത്ത്. ശബരിമല ആചാരത്തെ തകർക്കാൻ മുമ്പ് നേതൃത്വം കൊടുത്തതും പിണറായി വിജയന്റെ കാലത്താണ്. വനിതാ മതിൽ തീർത്തത് പിണറായി വിജയന്റെ കാലത്താണ്. ആ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ കൊള്ള സംഘത്തെ ഊട്ടി വളർത്തി താലോലിക്കുക. അതിനെതിരെ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും കടുത്ത പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ താങ്കൾ പറഞ്ഞ ഇത്തരം വലിയ വലിയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ഇപ്പോഴത്തെ ചില, എന്താ പറയാ, ഇപ്പൊ ഈ സംഭവ വികാസങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല, താങ്കൾ പറഞ്ഞതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ? ഒരു സംശയമില്ലല്ലോ. ഇപ്പോ നമ്മളൊരു വീട്ടിൽ കയറുമ്പോ, ഞാൻ രാവിലെ 6:30 മണി മുതൽ വീട് കയറുന്ന ഒരാളാണ്, 10:30 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ മീറ്റിങ്ങിന് പോകും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ യോഗവും, പിന്നെ വീട് കയറും. ഏത് വീട്ടിൽ പോയാലും അവിടെ കാണാം നിങ്ങൾക്ക് അയ്യപ്പ സ്വാമിമാർ. അവരൊക്കെ അവരുടെ വീട്ടുകാരും അവരൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട് ഇത്തവണ ആ LDF-നെതിരായി വോട്ട് ചെയ്യാൻ. അതിനെ മറികടക്കാൻ വൈകാരിക സബ്ജക്ട് കൊണ്ടുവരിക. ഉമ്മൻചാണ്ടിക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്തും ചെയ്യും ഈ കൊള്ള സംഘത്തെ താലോലിക്കുന്നു. അതിനൊക്കെ എതിരായിട്ടുള്ള കടുത്ത പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. UDF-ന് നല്ല ഭൂരിപക്ഷത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ UDF-ന് മേൽക്കൈ കിട്ടിയത് പണ്ട് ജില്ലാ കൗൺസിലിൽ ഞങ്ങൾ പുറകോട്ട് പോയി, ജില്ലാ പഞ്ചായത്തുകളിൽ ഞങ്ങൾ പുറകു പോയി. ഞങ്ങൾ മുമ്പിൽ വന്നൊരു വർഷം 2010. ആ 2010-നേക്കാൾ മാസ്മരികമായി വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ജനം അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ മറികടക്കാനാണ് വൈകാരിക സബ്ജക്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസ് മോശക്കാരാണ്? അല്ല, മുടക്കോഴി മലയിൽ പോയി ചന്ദ്രശേഖരൻ വധക്കേസിലെ, TP വധക്കേസിലെ പ്രതികളെ പിടിച്ച പോലീസാണ്. ആ പോലീസിന് എവിടെ പോയാലും ആളെ പിടിക്കാൻ കിട്ടും. ഇവരിപ്പോഴൊന്നും പിടിക്കൂല. തെരഞ്ഞെടുപ്പിന്റെ 2-3 ദിവസം മുമ്പ് പിടിക്കും. അതെന്തിനാ? സബ്ജക്ട് മാറ്റാണ്. നേരത്തെ പിടിക്കേണ്ടതാ പിണറായി വിജയൻ. പിണറായി വിജയൻ അറിയാം എവിടെ ഉണ്ട് എന്നുള്ളത്. ആഭ്യന്തര വകുപ്പിനും പോലീസിനും പിണറായി വിജയനും അറിയാം. പിടിക്കില്ല, അവസാനത്തേക്ക് വെച്ചിരിക്കുക. പക്ഷേ ജനം തീരുമാനിച്ചിട്ടുണ്ട് അതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം ശബരിമലയും വിലവർധനവും കൊള്ളരുതായ്മയും പോലീസ് ക്രിമിനൽ വാഴ്ചയും ഈ ഭരണകൂട തകർച്ചയാണ്. അതാണ് ജനത്തിന്റെ സബ്ജക്ട്. അതിനെതിരായിട്ടുള്ള വിധിന്യായം ഉണ്ടാവും. ഏതായാലും ടി സിദ്ദിഖ് വളരെ വ്യക്തമായി പറയുന്നു. സിദ്ദിഖിന്റെ കൂടെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, സിബി ടീച്ചറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്, ബാക്കി നേതാക്കളുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഇതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുണ്ടാകുന്ന ചില സംഭവങ്ങളെന്നാണ് ടി സിദ്ദിഖ് പറയുന്നത്. ഏതായാലും UDF വലിയ പ്രതീക്ഷ, കേരളത്തിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ മുന്നേറ്റം ആശംസിക്കാനേ എനിക്ക് പറ്റൂ, യാഥാർത്ഥ്യവൽക്കരിക്കണം. ഏതായാലും ആരെ വാഴിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ജനം തീരുമാനിക്കട്ടെ ആരെ വേണമെന്ന്, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ക്യാമറാമാൻ ഷാരു അരിക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.